മലപ്പുറത്ത് കുട്ടികളെ ചട്ടുകം കൊണ്ട് പൊള്ളിച്ച രണ്ടാനമ്മയുടെ കൊടും ക്രൂരത. 5ഉം 6ഉം 11 വയസ്സുള്ള 3 പെൺകുട്ടികളെയാണ് ക്രൂരമായി പൊള്ളിച്ചത്. കേസിൽ ബീഹാർ സ്വദേശികളായ ഷീലാദേവി, ഭർത്താവ് രാജേഷ് ശർമ്മ എന്നിവർ റിമാൻഡിലാണ്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറം ചെയ്തു. ഗോകുൽ, എപ്പോഴാണ് സംഭവം, എങ്ങനെയാണ് അത് പുറത്തറിയുന്നത്? വിശദാംശം. ഈ സംഭവം പുറത്തറിയുന്നത് ഈ 3 കുട്ടികൾ 5, 6, 11 വയസ്സുള്ള കുട്ടികൾ അവർ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിനടുത്തുള്ള കടയിൽ പോയി ഭക്ഷണം ആവശ്യപ്പെട്ട സമയത്താണ് കുട്ടികളുടെ ശരീരത്തിൽ ആകമാനം ഇത്തരത്തിലുള്ള പൊള്ളലേറ്റതും അത് ഇൻഫെക്ഷനായ രീതിയിൽ നാട്ടുകാർ ശ്രദ്ധിച്ചത്. പിന്നീട് നാട്ടുകാർ അവിടെയുള്ള ജയച്ചയെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. അവർ നടത്തിയ പരിശോധനയിലാണ് കുട്ടികളുടെ കൈക്കും കാലിനും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പൊള്ളലേറ്റതായി മനസ്സിലായത്. അത് ഒരു ദിവസം ഉണ്ടായതല്ല, നിരന്തരമായി ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെ അക്രമം ഉണ്ടായതായിട്ടാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കുട്ടികളുടെ ശരീരത്തിൽ വിവിധ ദിവസങ്ങളിൽ പൊള്ളലേറ്റതിന്റെ പാടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അരീക്കോട് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ബീഹാർ സ്വദേശികളായിട്ടുള്ള ഷീലാദേവി, ഭർത്താവ് രാജേഷ് ശർമ്മ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ബീഹാർ സ്വദേശികളായ ദമ്പതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടുണ്ടായ മുറിപ്പാടുകളല്ല, ദിവസങ്ങളോളമായി, ചിലപ്പോൾ മാസങ്ങളോളമായ 3 കുരുന്നുകളും 3 മക്കളും സമാനമായ വേദന അനുഭവിച്ചു വരികയാണ്. ഭാഗ്യത്തിന് മാത്രം അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാലടക്കം വലിയ രീതിയിലുള്ള മുറിവ് കണ്ട നാട്ടുകാർ കാര്യം അന്വേഷിച്ചപ്പോഴാണ് രണ്ടാനമ്മയുടെയും ഭർത്താവിന്റെയും ക്രൂരതയുടെ വാർത്ത പുറത്തു വരുന്നത്. അതിമാരകമായ മുറിവാണ് അവർക്ക് സംഭവിച്ചത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറം തന്നത്. പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.